മലങ്കര സഭയ്ക്ക് ദിശാബോധം നഷ്ടപ്പെട്ടു. പ്രവാചക ദൗത്യമുള്ള പിതാക്കന്മാർ നമ്മുടെ സഭയിൽ കാലാകാലങ്ങളായി ദൈവം ഉയർത്തിയിരുന്നു. പരുമല തിരുമേനിയും പുലിക്കോട്ടിൽ പിതാക്കന്മാരും വട്ടശ്ശേരി തിരുമേനിയും പാമ്പാടി തിരുമേനിയും കാലം ചെയ്ത എല്ലാ കാതോലിക്ക ബാവമാരും പത്രോസ് മാർ ഒസ്താത്തിയോസും തോമാമാർ ദിവാനാസിയോസും ബെഥനിയുടെ തേവോദോസിയോസും ഗീവർഗീസ് മാർ ഒസ്താത്തിയോസും സ്തെഫാനോസ് മാർ തേവോദോസിയോസും പൗലോസ് മാർ ഗ്രിഗോറിയോസും തുടങ്ങിയ അനേകരുടെ പ്രവാചക ദൗത്യം പകർന്ന വെളിച്ചത്തിലൂടെ സഭ മുന്നേറിയത് നമുക്ക് ആവേശമാണ്. ഇന്ന് ആവേശം നഷ്ടപ്പെട്ട് വൈദികരും ജനങ്ങളും നിരാശയിലായിരിക്കുന്നു എന്ന് സഭാ നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ചില ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഈ വിമർശനങ്ങൾ വാഴ്ത്തുപാട്ടുകാർക്ക് അരോചകമായി തോന്നിയാൽ ഇത് വിജയമായി കാണുന്നു. 1. എന്തിന് ഇപ്പോൾ അസോസിയേഷൻ യോഗം ചേരണം? ഏകദേശം 7 മാസം കഴിഞ്ഞാൽ പുതിയ അസോസിയേഷൻ യോഗം ചേരണം. ഒരു അസോസിയേഷൻ യോഗം ചേരാൻ സഭയ്ക്ക് ഏകദേശം 2 മുതൽ 3 കോടി രൂപ ചെലവ് വരും. ഇന്ത്യ മുഴുവൻ അംഗങ്ങളും വന്നാൽ, അല്ലെങ്കിൽ 50% പേർ വന്നാൽ യാത്ര ചെലവ് കൂട്ടിയാൽ ഏകദേശം 3 മുതൽ 5 കോടി രൂപ ഇടവകകൾക്ക് ചെലവ് വരുന്നതാണ്. അങ്ങനെ 8 കോടി രൂപ മുടക്കി ഓഗസ്റ്റ് 27-ന് 4 പേരെ തെരഞ്ഞെടുക്കാൻ ഇത്ര തിടുക്കം എന്തിന്? 2027 മാർച്ചിലെ അസോസിയേഷനിൽ 4 എണ്ണത്തെ തെരഞ്ഞെടുത്താൽ മതിയായിരുന്നല്ലോ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന സത്യം ഇടവകകളും ജനങ്ങളും തിരിച്ചറിയുമ്പോൾ അറിയേണ്ടവർ അറിയാതെ കൽപ്പന മാത്രം പുറപ്പെടുവിക്കുന്നു. ഓഗസ്റ്റ് 27 അസോസിയേഷൻ തികച്ചും അനാവശ്യമാണ്. അതും ഓണത്തിന്റെ തിരക്കിൽ ഈ ദിവസം കണ്ടുപിടിച്ച ആൾക്ക് വിവിധ പള്ളികൾ നൽകുന്ന അവാർഡ് ഈ വർഷം നൽകണം. 2. എന്തിന് 4 പേരെ തിരഞ്ഞെടുക്കണം? സ്വന്തം കമ്പനിയിലേക്ക് സ്വന്തക്കാരെ പ്രവേശിപ്പിച്ച് വിജയിപ്പിക്കാനോ അതോ ഗിന്നസ് ബുക്കിൽ കയറാനോ ആകാം. ഒരു 20 പേരെ തിരഞ്ഞെടുത്ത് ആവശ്യമുള്ളപ്പോൾ മെത്രാന്മാരാക്കുകയോ അല്ലെങ്കിൽ 20 പേരെയും വാഴിച്ച് എണ്ണം കുറയുന്ന പള്ളികളിലും സ്ഥാപനങ്ങളിലും താമസിപ്പിച്ച് മലങ്കര സഭയെ ധന്യമാക്കട്ടെ എന്ന എളിയ അഭിപ്രായം പറയുന്നു. ആയതിനാൽ ആരെയും തിരഞ്ഞെടുക്കാതെ അടിമകളല്ല അസോസിയേഷൻ അംഗങ്ങൾ എന്ന് ചിന്തിക്കുക. പ്രവാചകന്മാർ ഇല്ലാത്തതാണ് സഭയുടെ ഇന്നത്തെ പ്രശ്നം. ആയതിനാൽ നിങ്ങൾ പ്രവാചകർ ആകുക. 3. എന്തിന് പുതിയ ഭദ്രാസനങ്ങൾ? 1876-ൽ 7 ഭദ്രാസനങ്ങൾ നിലവിൽ വന്നപ്പോൾ ഏകദേശം 3 ലക്ഷം ആൾക്കാർ ഉണ്ടായിരുന്നിരിക്കാം. ഇന്ന് 32 ഭദ്രാസനങ്ങൾ ഉണ്ടെങ്കിലും ഏകദേശം 5 ലക്ഷം ആൾക്കാർ മാത്രം. 1876-ൽ 5 മെത്രാപ്പൊലീത്തമാരും വൈദികരും ജനങ്ങളും ചേർന്ന് സഭയുടെ കൊമ്പിനെ ഉയർത്തി. പരുമല തിരുമേനി ആദ്യം 2 പിന്നീട് 3 ഭദ്രാസനങ്ങൾ ഭരിച്ചു. ആ വിശുദ്ധൻ ചെയ്ത ഒരു ചെറിയ നന്മ ഇന്ന് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇന്ന് 29 മെത്രാന്മാരും കാതോലിക്ക ബാവയും വൈദികരും ജനങ്ങളും സഭയുടെ കൊമ്പിനെ തകർക്കുന്നു. അന്നത്തെ ആത്മീയ ജീവിത വളർച്ചയും ഇന്നത്തെയും പഠനവിധേയമാക്കണം. അതുകൊണ്ട് എന്തിന് ഇത്രയും ഭദ്രാസനങ്ങൾ? 15 ഭദ്രാസനങ്ങളായി മലങ്കര സഭയെ മാറ്റാൻ 2027 മാർച്ച് അസോസിയേഷൻ അജണ്ടയിൽ കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ ഓഗസ്റ്റ് 27 അസോസിയേഷന്റെ അജണ്ട പരാജയപ്പെടണം. 4. ഈ പ്രാവശ്യത്തെ മെത്രാൻ തെരഞ്ഞെടുപ്പ് സമിതിയെ വിമർശിക്കുന്നില്ല. ആ അംഗങ്ങൾ പറയുന്നത് ആ സമിതി തികഞ്ഞ പരാജയമെന്നാണ്. പരാജയപ്പെടുത്താൻ ഇറങ്ങിയത് ആരെന്ന സത്യം ജനിക്കാനിരിക്കുന്നവർ പറയും. കമ്മിറ്റിക്ക് പരാജയം എന്ന് തോന്നിയതിനാൽ ആ പരാജയം അസോസിയേഷൻ അംഗങ്ങൾ ഏറ്റെടുത്താൽ പരാജയങ്ങളെ കുഴിച്ചു മൂടാൻ കഴിയും. 5. എന്തുകൊണ്ട് നിയുക്ത കാതോലിക്കായെ തിരഞ്ഞെടുക്കാത്തത്? പരിശുദ്ധ പൗലോസ് ദ്വിതീയം ബാവയുടെ തെറ്റായ തീരുമാനത്താൽ സഭ എന്ത് പ്രയാസം അനുഭവിച്ചു എന്നത് നമ്മൾ കണ്ടു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നുള്ളത്. 2027 മാർച്ച് അസോസിയേഷനിൽ നിയുക്ത കാതോലിക്കായെ തിരഞ്ഞെടുക്കണം. എന്തായാലും ഇപ്പോഴുള്ളവരിൽ നിന്നല്ലേ തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് വേഗതയിലാക്കി എനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കരുത്. ഇപ്പോഴുള്ള എല്ലാവർക്കും നിയുക്ത കാതോലിക്ക ആകാൻ കഴിയുന്നതിനാൽ സുന്നകദോസിൽ 3 പ്രാവശ്യം കാസയിൽ എല്ലാവരുടെയും പേർ എഴുതി തിരഞ്ഞെടുക്കാം. ഇതുവരെ നമുക്ക് സഹിക്കാമെങ്കിൽ ഇനിയും നമ്മൾ സഹനപാതയിലായിരിക്കും. ഓഗസ്റ്റ് 27 അസോസിയേഷനിൽ ആരെയും തിരഞ്ഞെടുക്കാതെ 2027 മാർച്ചിൽ 15 ഭദ്രാസനങ്ങളാക്കി ഒരു നിയുക്ത കാതോലിക്കായെ തിരഞ്ഞെടുക്കാം. കാലിന്റെ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് അറിയുന്നില്ല. എത്ര യുവതലമുറ പള്ളിയിൽ വരുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം പേർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത് അവിടുത്തെ ഭദ്രാസനങ്ങളെ ബാധിക്കുന്നത്
കേരള നേതൃത്വം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവകാരുണ്യ പദ്ധതി മാത്രം മതിയോ സഭയ്ക്ക്? പുതിയ ലോകത്ത് പുതിയ സംവിധാനങ്ങളിൽ സഭ ഇങ്ങനെ മതിയോ? പാർട്ടി രാഷ്ട്രീയ ശുദ്ധീകരണ പ്രക്രിയ നടത്തുമ്പോൾ നമ്മുടെ യുവജനത സഭയിൽ നിന്ന് അകലുന്നു. ഇന്ന് സൺഡേ സ്കൂളിൽ എത്ര കുട്ടികൾ വരുന്നുണ്ട്? ആത്മീയ സംഘടനകളുടെ ശക്തി എത്രയുണ്ട് എന്നാലോചിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മലങ്കര സഭയിലാണ് പാർട്ടി ആശയങ്ങൾ കയറിയത് എന്ന് തിരിച്ചറിയാം. ഇനിയെങ്കിലും സഭയുടെ ഭിത്തിയെ ബലവത്താക്കാം. വേലി തകർന്നിരിക്കുന്നു. പൊളിച്ചവരെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാം.